പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഖുത്ബയുടെ വിഷയം, ഇവര് ഷാഫി അവനെ തള്ളിയില്ല. എന്നിട്ട് എങ്ങനെ ഒരു ഷാഫി മതം തഖ്ലീദി എന്ന് പറയാം? അതിനുശേഷം അടുത്ത് നോക്കുക, സ്ത്രീ പള്ളി പ്രവേശനം, പെണ്ണുങ്ങൾ ജുമഅക്ക് പള്ളിയിൽ വന്ന സഹിയാവുന്നല്ലേ ഷാഫി അവന്റെ വർത്തമാനം? അജ്സഅതുഹു അനിൽ ളുഹർ എന്നല്ലേ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത്? അവർക്ക് എന്താണ് ളുഹറിന് പകരമായി അത് മതിയാകുന്നതാണ് എന്ന് ഷാഫി അവനെ തള്ളിയില്ലേ? അതുപോലെ ഇമാമിന് കൂട്ടപ്രാർത്ഥന നടത്തുന്നതിനെ കുറിച്ച് ഷാഫി എന്താ പറഞ്ഞത്? മഅ്മൂമികളെ പഠിപ്പിക്കണമെന്ന് ഉദ്ദേശ്യമുള്ള ഇമാമിന് ഉറക്കെ പറയാം, അത് കഴിഞ്ഞാൽ അവർ രഹസ്യമാക്കണം എന്നല്ലേ ഷാഫി മദ്ഹബ് അംഗീകരിച്ചു. ഷാഫി മദ്ഹബിൽ ഖബർ കെട്ടിപ്പോക്കുന്നതിന്റെ പൊക്കം എത്രയാണ്? ഒരു ചാൻ പ്രവാചകന്റെ സുന്നത്തിനനുസരിച്ചല്ലേ ഉള്ളത്. അപ്പൊ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യണമെന്ന് പറയുന്നവർ തന്നെ മദ്ഹബിനെ തള്ളുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പറയാറുള്ളത് മദ്ഹബിന്റെ ഇമാമുകളെ അംഗീകരിക്കുന്നത് മുജാഹിദുകളാണ്. ഏതടിസ്ഥാനത്തിൽ ചോദിച്ചാൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയലുണ്ട്, ഷാഫി ഇമാമിന്റെ ഒരു അഭിപ്രായത്തിന് എതിര് പറഞ്ഞിട്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞു ഇതൊരിക്കലും ഇമാം ഷാഫിക്ക് എതിരല്ല. കാരണം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, സ്വഹീഹായ ഹദീസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചാൽ, ഞാൻ പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾ കണ്ടാൽ ഈ ഹദീസ് നിങ്ങൾ എടുക്കുക, എന്റെ വാക്ക് നിങ്ങൾ മതിലേക്ക് വലിച്ചെറിയുന്ന ഇബാറത്തുള്ളത് ഇദാ റഅയ്തും കലാമി യുഖാലിഫുൽ ഹദീസ ഫഅമലൂ ബിൽ ഹദീസ് വദ്രിബൂ ബി കലാമി അൽ ഹൈത എന്നാണ് ഇമാം ഷഹറാനിയെ പോലുള്ള പണ്ഡിതന്മാർ അവരുടെ മിസാനുൽ കുബ്ര എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഷാഫി മദ്ഹബിന് അനുകൂലമാണ്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്വഹീഹായ ഹദീസ് കിട്ടാൻ നിങ്ങൾ അതെടുക്കണം, എന്റെ വാക്ക് മാറ്റി വെക്കണമെന്നാണ്. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന വാദതാണ് 4 മദ്ഹബിന്റെ ഇമാമുകൾക്കും ശേഷമാണ് പ്രസിദ്ധ ലോക പ്രശസ്ത ഗ്രന്ഥം അസഹുൽ കുതുബി ബഅദ കിതാബില്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളുടെ ഏറ്റവും ശരിയായ കിതാബ് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയാണ് എന്ന് പണ്ഡിത ലോകം ഇജ്മാഅ് ചെയ്ത കിതാബാണ്. അത് തന്നെ രചിക്കുന്നത് 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് ശേഷം. അത് ഇമാം ബുഖാരി ആവട്ടെ ഷാഫിഈ ഇമാമിനെ അംഗീകരിക്കുന്ന ആളാണ്. ഷാഫി ഇമാമിന്റെ മദ്ഹബ് അങ്ങനെ യഥാർത്ഥത്തിൽ ഈ മദ്ഹബ് എന്ന് പറയുന്നത് സാധാരണക്കാർക്കുള്ളതല്ല. ഈ മദ്ഹബ് സാധാരണക്കാർക്ക് ഇങ്ങനെ പറ്റുക? മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസിനും ഒരു തെളിവ് മനസ്സിലാക്കാൻ പിന്നെ ഒരു മുജ്തഹിദായ പണ്ഡിതൻ പോയ വഴിക്കാണ് മദ്ഹബ് എന്ന് പറയുന്നത്. അത് സാധാരണ എങ്ങനെ നടക്കാം? സാധാരണക്കാർക്ക് മദ്ഹബ് പിന്നെ അംഗീകരിക്കാൻ പറ്റൂല. കാരണം മദ്ഹബ് എന്ന് പറയുന്നത് വേറെ പരിപാടിയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ് കേൾക്കുക, അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുക. എങ്ങനെ മനസ്സിലാക്കുക? സഹീഹായ ഹദീസിന് അനുഗുണമാണ് അവർ പറയുന്നത് എങ്കിൽ എടുക്കുക. മനസ്സിലായില്ലേ? അപ്പോ പണ്ഡിതന്മാർ മുഴുവനും ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി ആവട്ടെ, രണ്ടാമത്തെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ആവട്ടെ, മൂന്നാമത്തെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ആവട്ടെ, നാലാമത്തെ അഹ്മദ് ബിൻ ഹംബൽ, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കിട്ടിയത് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് സ്വഹീഹായ ഹദീസ് ലഭിച്ചാൽ, ഇതിനേക്കാൾ ശരിയായ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. അതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഏകോപിച്ചിട്ടുള്ളത്. പക്ഷെ പണ്ഡിതന്മാർ അപ്പൊ ചോദിക്കും ഇമാം ബുഖാരി ഷാഫി ഇമാമിന്റെ ആളല്ലേ? അത് ഷാഫി മദ്ഹബ്, അവർ മുജ്തഹിദുകളായ പണ്ഡിതന്മാരാണ്. അവർക്ക് സാധിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദ്ഹബ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഈ റൂട്ടായിരിക്കും ഇഷ്ടം, ചിലർക്കും അബൂ ഹനീഫയുടെ റൂട്ടായിരിക്കും ഇഷ്ടം. അതിന്റെ തെളിവ് മനസ്സിലാക്കുന്നതിലുള്ള വൈജാത്യങ്ങൾ മാത്രമാണ്. ഒരിക്കലും ഒന്നല്ല ഷാഫി ആളുകൾ അമൽ ചെയ്യാനുള്ള ഒരു റൂട്ടേ അല്ല എന്ത് മദ്ഹബ് എന്നുള്ളത്. ആളുകൾ അമൽ ചെയ്യേണ്ടത് എന്താണ്? പ്രവാചകൻ പറഞ്ഞ സുന്നത്തിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് ഇവര് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി എന്തിനാ 2 അഭിപ്രായം പറഞ്ഞത്? ഖദീമും ജദീദുമായ 2 ഖൗൽ. അതെന്താ മനസ്സിലാക്കിയത്? ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായി ഹദീസുകൾ കിട്ടിയപ്പോൾ അദ്ദേഹം മാറ്റി പറഞ്ഞു. ആ ഒരു ആർജവം കാണിക്കാൻ സുന്നി പണ്ഡിതന്മാർ, സമസ്ത പണ്ഡിതന്മാർ ശ്രമിക്കണം എന്ന് പറയാനുള്ളത്. നിങ്ങൾ ഷാഫി മദ്ഹബിനെ അംഗീകരിക്കുന്നവരാണെങ്കിൽ, ഇമാം ഷാഫിനെ അംഗീകരിക്കുന്നവരാണെങ്കിൽ ഇമാം ഷാഫി കാണിച്ച ആർജവം നിങ്ങൾ കാണിക്കണം. എന്തിന്? തങ്ങൾ പറയുന്നതിന് അനുഗുണമായി ഹദീസ് ഇല്ല എങ്കിൽ കൃത്യമായി ഹദീസുള്ള വിഷയത്തിലേക്ക് മടങ്ങി വരാനുള്ള ആർജവം അത് കാണിക്കണം. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിക്ക് ഉണ്ടായിരുന്നു, മറ്റു പണ്ഡിതന്മാർക്ക് ഉണ്ടായിരുന്നു. അവരത് ചെയ്തിട്ടുണ്ട്. അപ്പൊ മദ്ഹബ് വേണം എന്ന വാദം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ മദ്ഹബ് അംഗീകരിച്ചാലേ അയാൾക്കൊരു അമൽ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ പല അമലുകളും ഇവിടെ നഷ്ടപ്പെടും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ കേരളത്തിൽ നിന്ന് മക്കയിലെത്തുന്ന ആളുകളൊക്കെ ഷാഫി മദ്ഹബായിട്ട് ഷാഫി മദ്ഹബിൽ നിന്നുകൊണ്ട് ഒരു കർമ്മം അവർക്ക് തവാഫൊന്നും ചെയ്യാൻ പറ്റില്ല. തവാഫിന് ശുദ്ധി ആവശ്യമാണ്. തൊട്ടാൽ അന്യത്രീയും പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ ഒതു മുറിയുന്ന അല്ലേ? ഒതു മുറിയും എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല, തവാഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാം ചുറ്റിപ്പൊതിയേണ്ടി വരും, കയ്യിലൊക്കെ ഗ്ലൗസ് ഇടേണ്ടി വരും, ചൂടുള്ള സമയത്തൊക്കെ പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഇവർ കണ്ടുപിടിച്ച പണി എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബിലേക്ക് കൺവെർട്ട് ചെയ്യാനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാം അല്ല ഇത് സമസ്ത മതമാണ്. സമസ്ത മതത്തിൽ ചില പ്രമേയങ്ങളുണ്ട്, ചില സന്ദർഭത്തിൽ മാറ്റി അങ്ങോട്ട് നീക്കാം ഇങ്ങോട്ട് നീക്കാം. ഇവരുണ്ടാക്കിയ നിയമങ്ങളാണ്, അല്ലാഹു റസൂൽ പഠിപ്പിച്ച നിയമമല്ല.
ഇവിടെ നിയമം ഉണ്ടാക്കാനുള്ള അവകാശം അള്ളാഹുവിനുള്ളത്, റസൂലിന് പോലും ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇസ്ലാമിക നിയമം പറയുന്ന പടച്ചവന്റെ കൽപ്പന പ്രകാരമാണ്, വഹി പ്രകാരമാണ്. അപ്പൊ ഇവരാവട്ടെ നിയമം ഉണ്ടാക്കാണ്. അക്കൂട്ടത്തിൽ ഐഡ് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ മീജന്റെ പ്രമേയം ഉണ്ടാക്കിയിട്ട് ഖുത്ബ പരിഭാഷ നിരോധിച്ചല്ലോ. ആ സമയത്ത് സമസ്തയിൽ തന്നെ ഉണ്ടായിരുന്ന കാരണവരായ ചില പണ്ഡിതന്മാർ ചോദിച്ചത്രേ, എന്താണോ മീൻചന്തയിൽ വഹി ഉണ്ടായോ, ജിബിരിൽ ഇറങ്ങിയോ എന്ന് ചോദിച്ചു. ശരിയല്ലേ? അപ്പൊ സമസ്ത പണ്ഡിതന്മാർ ഒരു നിയമം ഉണ്ടാക്കുന്നു, അത് ജനങ്ങൾക്കിടയിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രഖ്യാപിക്കുന്നു. അതിന്റെ ഈ പ്രമേയം അംഗീകരിക്കുന്ന കുറെ ശിങ്കടികളായ മുലമാരുണ്ട്. അവരത് നടപ്പിൽ വരുത്താൻ ഓരോ ശാഖകളിലും അതായത് മഹല്ലുകളിൽ പ്രവർത്തിക്കുന്നു. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രമേയം ഖുർആനാണ്. നേരത്തെ പറഞ്ഞ പോലെ അത് നമുക്ക് പഠിപ്പിച്ചെന്ന പഠിച്ചതാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു. പ്രവാചകൻ സ്വഹാബത്തിന് പറഞ്ഞ സ്വഹാബത്ത് താബികൾ അത് ഇസ്ലാമാണ്. ഇസ്ലാമിൽ ഒരു മദ്ഹബിനെ അംഗീകരിക്കണമെന്ന ഒരു കൽപ്പന ഒരു ഹദീസിലുമില്ല, ഒരു ആയത്തിലുമില്ല. മദ്ഹബിന്റെ ഇമാമുകളുടെ പേരെടുത്ത് പറയപ്പെടുന്ന മുഴുവൻ ഹദീസുകളും ദുർബലന്നല്ല, മൗദൂഅൻ. ഷാഫി ഇമാമിന്റെ പേരുണ്ടാക്കിയ ഹദീസുണ്ട്, അബൂ ഹനീഫയുടെ പേരിൽ ഹദീസ് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ മൗദൂഅ ഹദീസുകളാണ്. പ്രവാചകൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒറ്റ ഹദീസിൽ അതൊന്നുമില്ല. അപ്പൊ മദ്ഹബ് അംഗീകരിക്കണമെന്ന് നബിയോ സഹാബത്തോ താബിഈങ്ങളോ പറഞ്ഞിട്ടില്ല. പിന്നെ പിൽക്കാലത്ത് വന്ന ചില ആളുകൾ അത് വാദിക്കുകയും ആളുകൾക്കിടയിൽ അതിങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രം. മദ്ഹബ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി അമൽ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോ ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇപ്പൊ നമ്മൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കുറെയൊക്കെ രൂപമുള്ളത് ഷാഫി മദ്ഹബിലാണ്. ഇപ്പൊ ഹനഫി മദ്ഹബിൽ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അല്ലാഹു അക്ബർ പറഞ്ഞ് കൈ കെട്ടുന്നത് പൂക്കളിൽ താഴെയാണ്. സമയല്ലാഹി ഹമദിക്ക് കൈ ഉയർത്താറില്ല. ഫാത്തിഹ ഓതൽ അവർക്ക് നിർബന്ധമല്ല, വാജിബേ ഉള്ളൂ, വുജൂബേ. കാരണം ഹനഫി മദ്ഹബിൽ വാജിബും ഫർദും രണ്ടാണെന്നാണ്. അതുകൊണ്ട് തന്നെ വാജിബേ ഉള്ളൂ. അത് ഉപേക്ഷിച്ചാൽ നിസ്കാരം സഹിയാവും, പക്ഷെ ഫാത്തിഹ ഓതത്തിന്റെ കുറ്റം കിട്ടുമെന്ന് മാത്രം. ഈ നിലയ്ക്ക് ഒരാൾ ഫാത്തിഹ ഓതിയാൽ ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമല്ല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞ ഫാത്തിഹ ഓതൽ നിർബന്ധമാണെന്നാണ്. അപ്പം ഹനഫി മദ്ഹബ് അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്നർത്ഥം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാം, ആ ഇസ്ലാമിന്റെ കൽപ്പന പ്രകാരമല്ല അവർ ചെയ്യുന്നത്. അവർ ചെയ്തത് പിൽക്കാലത്തുണ്ടായ കമ്പനികളുടെ അഭിപ്രായ പ്രകാരമാണ് എന്നർത്ഥം. ഇങ്ങനെ ഒന്നല്ല, ധാരാളം വിഷയങ്ങൾ പറയാം. അവസാനമായി താങ്കൾക്ക് സാധാരണക്കാരായ സുന്നികൾക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? ഞാൻ പലപ്പോഴും സുന്നികൾ എന്ന് പറയാൻ സമസ്ത ആ സമൂഹത്തെ അംഗീകരിക്കുന്ന ആളുകളോട് പറയാറുള്ളത്, പണ്ഡിതന്മാരോട് അല്ലാത്തവരോട് പറയാറുള്ളത്, ശരിക്ക് കാര്യങ്ങൾ നിലനിർത്തുക, നിഷ്പക്ഷമായി ചിന്തിക്കുക. ഓരോ വിഷയങ്ങളെ കുറിച്ചും കൃത്യമായി ഇഷ്ടംപോലെ. ഇപ്പൊ പരിഭാഷകൾ, ഖുർആന്റെ പരിഭാഷ മുജാഹിദ് പ്രസ്ഥാനം ഇറക്കിയതവിടെ നിൽക്കട്ടെ, സുന്നി പരിഭാഷകൾ മാത്രം വായിച്ചു നോക്കിയാൽ. ഞാൻ പറയാതെ ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സമസ്തയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്നർത്ഥം. അവർ പരിഭാഷകൾ വഹിക്കട്ടെ, ഖുർആനിന്റെ അർത്ഥം, അതുപോലെ തന്നെ ഹദീസുകൾ, മലയാളത്തിലെ ഹദീസുകൾ കിട്ടും. അവർ തന്നെ ഇറക്കിയ ഹദീസുകൾ, പുത്തൂർ ഫൈസിയുടെ ബുഖാരി പരിഭാഷ ഉണ്ട്, വായിച്ചാൽ മുജാഹിദാവും. കാരണം പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്നൊക്കെ പച്ചയായിട്ട് എഴുതിക്കണം. അതിലൊന്നും തിരുമറ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഹദീസുകൾ തിരുമറ നടത്താൻ കഴിയാം. ഇപ്പൊ ഖുർആനിലൊക്കെ തിരുമറ നടത്തി ശ്രമിച്ചു നോക്കിയ ആളുകൾ പരാജയപ്പെട്ടു. ഹദീസും ആ ഗണത്തിലെ പെടുക. സ്വഹീഹ് ഹദീസുകളും തിരുമറ നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കാൻ കഴിയില്ല. കാരണം ലോകം മുഴുവൻ അംഗീകരിച്ച വിഷയങ്ങളാണ്. അപ്പം എഴുതുമ്പോൾ കൃത്യമായി എഴുതേണ്ടി വരും. എന്റെ വ്യാഖ്യാന ചില കസർത്തുകൾ നടത്തുമെന്ന് മാത്രം. അതിലൊക്കെ വായിച്ച് പഠിച്ചാൽ കൃത്യമായി, ഞാൻ പറയാം, നിഷ്പക്ഷമായി ഖുർആൻ ഫബശ്ശിർ ഇബാദ് الذين يستمعون القول فيتبعون احسنه اولئك الذين هداهم الله واولئك هم اولو الالباب. സൂറത്ത് സുമർ 39-ാമത്തെ അധ്യായം, സൂറത്ത് സുമർ 2. ഫബശ്ശിർ ഇബാദ്, പ്രവാചകരെ അല്ലാഹുവിന്റെ അടിമകൾ സന്തോഷവാർത്ത. എങ്ങനെയുള്ള അടിമകൾ എന്നറിയോ? അല്ലദീന യസ്തമിഊനൽ ഖൗൽ, നല്ല വാക്കുകൾ കേൾക്കുന്ന ആളുകൾ. കാര്യങ്ങൾ ഈ മറ്റേ വളിച്ച ആളുകൾ വെറും മോശമായ വർത്തമാനങ്ങൾ കേൾക്കുന്ന ആളുകളെ കുറിച്ചല്ല, നല്ല വചനങ്ങൾ, ഇപ്പൊ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കേൾക്കുന്ന അടിമകളോട് പറയുക. എന്ത് പറയണം? അല്ലദീന യസ്തമിഊന ഖൗല ഫയത്തബിഊന അഹ്സന, അതിലേറ്റവും നല്ലത് പിൻപറ്റുക. അഹ്സൻ എന്ന് പറഞ്ഞാൽ, പഠിച്ചവന്റെ അടുത്ത് അഹ്സൻ എന്ന് പറഞ്ഞാൽ അവൻ കൽപ്പിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നമായ കാര്യങ്ങളെ കുറിച്ചാണ് അഹ്സൻ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുക? അഹ്സൻ, ഏറ്റവും നല്ലതിനെ പിൻപറ്റും ചെയ്യും. അവരാണ് അള്ളാഹുവിന്റെ സന്മാർഗം ലഭിച്ചവർ. അവരാണ് ബുദ്ധിയുള്ളവരെന്ന് പറയാൻ പറയാം. അതുകൊണ്ട് നമുക്ക് മുഴുവൻ ആളോട് പറയാനുള്ളത് ബുദ്ധിയുള്ളവരാണ്. നമ്മുടെ തല ആർക്കും പണയം വെക്കാനുള്ളതല്ല. നമുക്ക് തല കുനിക്കേണ്ടത് പടച്ചവന്റെ മുന്നിൽ മാത്രം.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പരിപൂർണ്ണ ബോധ്യമുള്ളതെടുക്കുക, അല്ലാത്ത തള്ളുക. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസോടെ ഞാൻ പറയാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ. ആരെങ്കിലും ഒരു കർമ്മം ചെയ്താൽ അത് നമ്മുടെ കൽപ്പനയില്ലെങ്കിൽ നടത്തപ്പെടേണ്ടതാണ് എന്ന് ഹദീസ്, സുപരിചിതമായ ഹദീസ്. പരിശോധിച്ച് നോക്കൂ, ഹദീസുകളിൽ ഒറ്റ ഹദീസിൽ പോലും മിലാദുൻ നബി പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടാൻ തെളിവില്ല, റാത്തീബ് മൗലൂദ് ആദ്യം കൊണ്ടാടത്തില്ല. അതുപോലെ തന്നെ മറ്റു കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ട്. ഈ കവർ കെട്ടിപ്പൊക്കലും അതിനോട് പ്രാർത്ഥിക്കലും ഒന്നും പ്രവാചകന്റെ ഹദീസിൽ കാണാൻ കഴിയില്ല. ധാരാളം വിഷയങ്ങൾ പരിശോധനകളൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഉള്ളത് എന്താണ് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാം, എന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. പടച്ചവന്റെ അടുത്ത് രക്ഷപ്പെടണം, അതാണ് നമുക്ക് വേണ്ട കാര്യം. ഇവിടെ എന്തായാലും ഇവിടെ ഒരുപക്ഷെ നമുക്ക് വലിയ വീറും വാശിയും ഒക്കെ നടത്തിയിരിക്കാം. പക്ഷെ ഈ ശ്വാസം നിന്നുപോയാൽ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു, ഒരാളും രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല. പടച്ചവന്റെ അടുത്ത് എത്തുമ്പോൾ ഞാൻ മാത്രമാണ്. എല്ലാവരും ഖുർആൻ പറഞ്ഞില്ലേ, ഖുർആൻ പറയാം, എല്ലാവരും ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും ഒക്കെ അവരവരെ വിട്ട് ഓടുന്ന ദിവസമാണ്. അന്നേ ദിവസം ഓരോരുത്തർക്കും അവരവരെ രക്ഷിക്കാനുള്ള ഓരോ കാര്യങ്ങളുള്ളത്. ആ സമയത്ത് പഠിച്ചോനെ എനിക്ക് രക്ഷപ്പെടണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് ചെയ്യാനുള്ള റൂട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, സ്വഹാബത്തിന്റെ മാർഗം, താബിഈങ്ങളുടെ മാർഗം, ആ മാർഗം പിൻപറ്റാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ഖുർആൻ പറഞ്ഞ വിഷയം അതാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ. ആര് സന്മാർഗം വ്യക്തമായതിനു ശേഷം പ്രവാചകനെതിരായ സലഫു സാലിഹികൾ, മുഅ്മിനുകളുടെ മാർഗം എന്ന് പറയാൻ സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ മാർഗമാണ്. ആ മാർഗം ആര് അനുധാവനം ചെയ്യുന്നതിന് വിമുഖത കാണിക്കുന്നു, ആ മാർഗത്തിന് ആര് തെറ്റിപ്പോകുന്നുവോ അവർ ഏറ്റെടുത്തതിലൂടെ നമ്മൾ അവരെ മുന്നോട്ട് പോകും. പക്ഷെ അവർക്ക് മടങ്ങാനുള്ള നരകത്തിലേക്കാണ്. ആ മടക്കസ്ഥലം വളരെ മോശമാണ്, ആ മടക്കസ്ഥലം വളരെ ചീത്തയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് സൂക്ഷിക്കണം. കുഫ്രിയത്തിലേക്ക് പോലും ഞങ്ങളുടെ ഹൃദയത്തെ നീ ഹിദായത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ, ഒരിക്കലും മാറ്റിമറിക്കല്ലേ പടച്ചോനെ എന്ന് ദ്വാരന്നുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ പ്രവാചകന് കിട്ടിയത് അംഗീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്തെങ്കിലും മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇവിടെ ആരെ പിൻപറ്റിയിട്ടും യാതൊരു കാര്യമില്ല, പൂർണ്ണമായി നിബിധങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് എനിക്ക് അവസാനമായി പറയുന്നത്. വളരെ നന്ദി ഇസ്രായേൽ സെന്ററിന്റെ ഈ പരിപാടിയുമായി സഹകരിച്ചതിന്. സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമുള്ള പള്ളിയിലാണ് സുന്നി നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തതെന്നാണ് മുജാഹിദ് വിഭാഗം പറയുന്നത്. വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല, സാധാരണ ദിവസങ്ങളിൽ 5 നേരം നിസ്കാരത്തിനും സ്ത്രീകളെത്തുന്ന ബഹ്റിനിലെ മസ്ജിദിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തതോടെ സ്ത്രീ പള്ളി പ്രവേശം സംബന്ധിച്ച സുന്നി വിഭാഗത്തിന്റെ നിലപാട് വെളിവാക്കപ്പെട്ടിരിക്കുകയാണെന്നും മുജാഹിദ് നേതാക്കൾ പറയുന്നു. മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസം നേടാൻ പാടില്ല എന്ന് അവർ വളരെ ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്, ഫത്വകൾ പോലുണ്ട്. അതിന് കാരണം പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾ അക്ഷരം പഠിച്ചാൽ അവർ അക്ഷരം പഠിച്ചിട്ട് അതുകൊണ്ടുണ്ടാകുന്ന മറ്റുള്ള കുഴപ്പങ്ങളുണ്ടാകും, സദാചാര വിരുദ്ധപരമായ മേഖലയിലേക്ക് അവർ പോകും എന്നൊക്കെയായിരുന്നു. ഇന്നിപ്പോൾ അവർ തന്നെ അതിനു വേണ്ടി സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, വനിതാ കോളേജുകൾ നടത്തുന്നുണ്ട്, വനിതാ മാസികകൾ നടത്തുന്നുണ്ട്. അപ്പം ആ മാറ്റം അവരിങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുമ്പോൾ അനുയായികൾ അതിന് ഏത് നിലക്ക് നോക്കും എന്നുള്ളതുകൊണ്ടൊക്കെയാണ് കുറെ കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു തരം അവ്യക്തമായ നിലപാട് തുടരുന്നത്. ബഹ്റിനിലെ പള്ളിയിൽ സ്ത്രീകൾ വരുന്ന ദൃശ്യങ്ങൾ മുജാഹിദ് പ്രവർത്തകർ പുറത്തുവിട്ട് കഴിഞ്ഞു. ഇക്കാര്യം സുന്നി നേതൃത്വം നിഷേധിച്ച ഉടനെ ബഹ്റിനിലെ ഇസ്ലാഹി സെന്ററാണ് മസ്ജിദിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ അനുമതി കൊടുക്കരുതെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും ആരോപണങ്ങൾ സുന്നി വിരുദ്ധരുടെ അപവാദ പ്രചരണങ്ങളാണെന്നും കാന്തപുരം പറയുന്നു. ലോകത്ത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏതാനും ചില ഈ മുജാഹിദ് ജമാഅത്ത് ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ് സത്യം. അല്ല, സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. അവരെ വീട്ടിൽ വെച്ചിട്ട് ചെയ്താലാണല്ലോ സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുക. ഒരു സ്ത്രീ നിർബന്ധമായും പള്ളിയിൽ പോകണം എന്ന് ഭർത്താവ് അവളോട് നിർബന്ധിക്കുമ്പോൾ സ്വാതന്ത്ര്യം കുറഞ്ഞു.